എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എരിവും പുളിയൊക്കെയുള്ള ഒരു മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ മീനൊക്കെയാണ് മുളകിട്ട് വെക്കുന്നത്. ഇത് അതിൻ്റെ ഒരു വെജിറ്റബിൾ വെർഷനാണ്. പച്ചക്കായും തക്കാളിയും ചേർത്തിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. പുളി വേണമെങ്കിൽ അതും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിന് വേണ്ടി ഒരു പച്ചക്കായാണ് എടുത്തത്. നേന്ത്രക്കായാണ് ഈ കറിക്ക് നല്ലത്. ഇവിടെ പക്ഷേ പച്ച നേന്ത്രക്കായ അധികം കിട്ടാറില്ല. ഇതുപോലുള്ള പച്ചക്കായാണ് ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ പുറമേയുള്ള തൊലി ഇതുപോലെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിതുപോലെ കുറച്ച് വലുപ്പത്തിൽ ഒന്ന് ചരിച്ചിട്ടാണിത് കട്ട് ചെയ്തത്. ഇത് കട്ട് ചെയ്ത ശേഷം കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇഞ്ചിയും ചേർത്തിട്ട് അതൊന്ന് കളറ് മാറി വന്നാൽ 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് കളറ് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. കളറ് മാറി വന്നാൽ കുറച്ച് കറിവേപ്പിലയും 2 തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കുറച്ച് സമയം ഒന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്നാൽ 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി 3 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ച പച്ചക്കായയും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഈ പച്ചക്കായക്ക് അധികം വേവില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തിളച്ച് ഈ കറി റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നല്ല എരിവും പുളിയൊക്കെയുള്ള പച്ചക്കായ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.